Types of farming. In India, there are three types of farming, mainly three types of farming. First one, primitive subsistence farming. Second one, intensive subsistence farming. And third one, commercial farming. Okay, primitive subsistence, intensive subsistence, and commercial farming. So, the first one is primitive subsistence farming. Primitive means ആൻഷ്യൻ്റ്, അതായത് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ആദിമമായ എന്നൊക്കെ പറയും, അതായത് കുറേ മുന്നേ ഉള്ള ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ആൻഷ്യൻ്റ് എന്നുള്ളൊരു മീനിങ് ആണ് പ്രിമിറ്റീവ് എന്ന വേർഡിൻ്റെ എക്സാക്ട് മീനിങ് എന്ന് പറയുന്നത്. അതായത് കുറേ കാലം മുന്നേ അല്ലെങ്കിൽ പണ്ട് മുതലേ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അതായത് ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഓൺ സ്മോൾ പാച്ചസ് ഓഫ് ലാൻഡ്. ഇൻ എ സ്മോൾ പാച്ചസ് ഓഫ് ലാൻഡ്, വെരി സ്മോൾ പാച്ചസ് ഓഫ് ലാൻഡിൽ ചെയ്യുന്ന ഒരു കൾട്ടിവേഷനാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഇറ്റ് പെർഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രിമിറ്റീവ് ടൂൾസ് ലൈക്ക് ഹോ, ഡവ് ആൻഡ് ഡിഗിങ് സ്റ്റിക്സ് ആൻഡ് ഫാമിലി കമ്മ്യൂണിറ്റി ലാബ്. അതായത് ഈ ഒരു പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പ്രിമിറ്റീവ് ടൂൾസുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഹോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കോട്ട്, മൺവെട്ടി എന്നൊക്കെ പറയും. അതുപോലെ ഈ ഒരു കുഴി എടുക്കാൻ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ, കത്തി, അങ്ങനെയുള്ള ടൂൾസുകൾ, അതായത് പണ്ട് കാലം മുതലേ ഉള്ള, അതായത് കൂടുതൽ ടെക്നോളജീസ് ഒന്നും യൂസ് ചെയ്യാത്ത ടൂൾസുകൾ വെച്ചിട്ടാണ്, പ്രിമിറ്റീവ് ടൂൾസുകൾ വെച്ചിട്ടാണ് ഈ ഒരു ഫാമിംഗ് ചെയ്യുന്നത്, പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ്, അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ഫാമിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ചെറിയ പാച്ച് ഓഫ് ലാൻഡ് ഉണ്ട്, ഒരു ചെറിയ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ് ഉണ്ട്. ആ ഒരു ലാൻഡിൽ ഇപ്പോൾ നമ്മളെ ഫാമിലിയിൽ ഒരു 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 5 മെമ്പേഴ്സ് കൂടിയിട്ട് ആ ലാൻഡിൽ ഒരു ഫാമിംഗ് നടത്താം. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പേഴ്സണൽ, അതായത് നമ്മുടെ യൂസിന് വേണ്ടിയിട്ട്. നമ്മൾ കിട്ടുന്ന ക്രോപ്പ് നമ്മുടെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഫുഡ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൾട്ടിവേഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു 3 ടൈപ്പ് ഫാമിംഗ് പറഞ്ഞതിൽ ഫസ്റ്റ് വൺ ആണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ്, സെക്കൻഡ് വൺ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ആണ്. ഈ 2 ഫാമിംഗ്, അതായത് സബ്സിസ്റ്റൻസ് ഫാമിങ്സ്, അതായത് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ആണെങ്കിലും ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ആണെങ്കിലും, സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടാണ്. അതായത് ഗ്രോ ടു ഈറ്റ് എന്ന് പറയാം. ഗ്രോ ടു ഈറ്റ്, അതായത് നമുക്ക് ഈറ്റ്, നമ്മുടെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാമിംഗ്, അല്ലെങ്കിൽ നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുന്ന ഫാമിംഗ് ആണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ആൻഡ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ്. അതായത് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അത് നമ്മുടെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രോ ടു ഈറ്റ്, അതായത് നമുക്ക് എങ്ങനെ പറയാം? ഐ ഈറ്റ് വാട്ട് ഐ ഗ്രോ. നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ കഴിക്കാം, നമ്മുടെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. എന്നാൽ ദ തേർഡ് ടൈപ്പ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടുള്ളതല്ല. കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൾട്ടിവേഷൻ ചെയ്യുന്ന അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട്, ഈറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല, അവരുടെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല. അത് ട്രേഡിന് വേണ്ടി, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഐ ഗ്രോ ടു സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ സെൽ വാട്ട് ഐ ഗ്രോ. അവരുണ്ടാക്കുന്നത് അവർ സെല്ല് ചെയ്യാണ്, അവരത് ഫുഡിന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല, സെല്ല് ചെയ്യുന്നതാണ്. അതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അപ്പോൾ ഈ ഒരു 3 ഫാമിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് അതാണ്. അതായത് ഇൻറ്റൻസീവ് ഫാമിങ്സ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ആണെങ്കിലും ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ആണെങ്കിലും, സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് കൺസംഷന് വേണ്ടി, അതായത് നമ്മുടെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസ്, അല്ലെങ്കിൽ സെല്ലിങ്ങിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഫാമിംഗ് ആണ്. അപ്പോൾ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മൾ പറഞ്ഞ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത് തന്നെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പ്രിമിറ്റീവ് എന്ന് പറയുന്നത് കുറച്ച് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ്. അപ്പോൾ ഇത് ആൻഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് കൂടുതൽ ടെക്നോളജീസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഫാമിംഗ് മെത്തേഡാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അതായത് ഒന്ന് നമ്മൾ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ പാച്ച് ഓഫ് ലാൻഡിലാണ് ഇത് ചെയ്യുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കുറേ പ്രൊഡക്ട്സ് വേണം. അപ്പോൾ നമുക്കൊരു സ്മോൾ ലാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ വെജിറ്റബിൾസ് ആവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗ്രെയിൻസുകളാവാം, എന്തോ ആവാം അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പലരുടെ വീട്ടിലും ഉണ്ടാവും എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ. ചിലപ്പോൾ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തുണ്ടാവും, വീടിൻ്റെ ഒരു
ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു മുറ്റത്ത് ചെറിയൊരു ഭാഗത്ത് ചിലപ്പോൾ എന്തെങ്കിലും വല്ല ടൊമാറ്റോയോ ചില്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ നമ്മളും കൾട്ടിവേറ്റും ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു ചെറിയ ലാൻഡിൽ മാത്രം. അതുപോലെ ഒരു ചെറിയ ലാൻഡ്, അതായത് നമ്മുടെ സെൽഫ് കൺസംഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് മതി. വിൽക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബൾക്ക് എമൗണ്ടിൽ വേണം. ഇത് നമുക്ക് കുറച്ച് മതി. അപ്പോൾ ഒരു സ്മോൾ ലാൻഡിൽ മതി. ആൻഡ് ഈ ഒരു ഫാമിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിമിറ്റീവ് ടൂൾസുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹോ, ഡാവ്, ഡിഗിങ് സ്റ്റിക്സുകൾ പോലെയുള്ള പ്രിമിറ്റീവ് ടൂൾസുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫാമിംഗ് ചെയ്യുന്നത്. ആൻഡ് ഫാമിലി ഓർ കമ്മ്യൂണിറ്റി ലാബോ, ഫാമിലിയിലെ മെമ്പേഴ്സ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 5 മെമ്പേഴ്സ് കൂടിയിട്ട് അവരുടെ ഒരു ചെറിയ പ്ലോട്ടിൽ അവരെന്ത് ചെയ്യുക, കൾട്ടിവേഷൻ ചെയ്യുക. അത് അവരുടെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ്, കമ്മ്യൂണിറ്റി ലാബേഴ്സ്, അവർ തന്നെ കൾട്ടിവേഷൻ ചെയ്യുക. ഓക്കെ, ഇതാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ്. ഇനി ഇതിൽ വേറെ വരുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൺസൂൺ ആൻഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അതായത് വേറെയുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ട്യൂബ് വെൽസുകൾ, കനാൽസുകൾ, ഇതിന് ഇങ്ങനെയുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും യൂസ് ചെയ്യാതെ കംപ്ലീറ്റ്ലി മൺസൂണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫാമിംഗ് ആണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ആൻഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി, അതായത് നമ്മൾ വേറെ എക്സ്ട്രാ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ഫെർട്ടിലിറ്റി മാത്രം യൂസ് ചെയ്ത്, അതായത് സോയിലിന് ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഫെർട്ടിലൈസർ അങ്ങോട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നാച്ചുറലായിട്ട് ആ സോയിലിന് ഉണ്ടാവുന്നൊരു ഫെർട്ടിലിറ്റി ഉണ്ട്. ആ ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി മാത്രം വെച്ചിട്ട് ഫാമിംഗ് ചെയ്യുന്നതാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അപ്പം ഇതിനവർ ഇറിഗേഷനും കൊടുക്കുന്നില്ല, വേറെയുള്ള ഫെർട്ടിലൈസേഴ്സ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. വെറും കംപ്ലീറ്റ്ലി നാച്ചുറലി അത് ഉണ്ടാവുക. അതായത് ഇൻ ദിസ് ഫാമിംഗ് ക്രോപ്സ് ആർ ഗ്രോൺ നാച്ചുറലി, കംപ്ലീറ്റ്ലി നാച്ചുറലി ആണ്. മൺസൂണിൽ നിന്ന് കിട്ടുന്ന റെയിനിൽ നിന്ന് കിട്ടുന്ന വാട്ടറും ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നാച്ചുറലി ആണ് ഈ ഒരു ക്രോപ്സ് എല്ലാം ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഡസ് നോട്ട് യൂസ് ഫെർട്ടിലൈസേഴ്സ് ഓർ അതർ മോഡേൺ ഇൻപുട്സ്. അല്ലേ, ഒരു ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നില്ല, വേറെയുള്ള മോഡേൺ ഇൻപുട്സുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, വേറെയുള്ള മെഷീനറീസുകളോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ പുതിയ പുതിയ ടെക്നോളജീസ്, ഇതൊന്നും ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി ഒരു ആൻഷ്യൻ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിംഗ് ആണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അതായത് ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഓൺ എ സ്മോൾ പാച്ച് ഓഫ് ലാൻഡ്, സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡിലാണ് ചെയ്യുന്നത്. ആൻഡ് ദ യൂസ് ഓൺലി ദ പ്രിമിറ്റീവ് ടൂൾസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൺസൂൺ ആൻഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ആൻഡ് ദിസ് ഫാമിംഗ് ക്രോപ്സ് ആർ ഗ്രോൺ നാച്ചുറലി that does not use fertilizers or other modern inputs. Okay, and it is a slash and burn agriculture. It's also known as slash and burn agriculture. എന്താണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ ഫാമേഴ്സ് എന്താ ചെയ്യുന്നത്, അവർ കൂടുതൽ ഫെർട്ടിലിറ്റീസ് ഒന്നും കൊടുക്കുന്നില്ല, സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളൊരു കൾട്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യുക, ഒരു നാച്ചുറലിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെയിം പ്ലേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൾട്ടിവേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ എക്സ്ട്രാ ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നാച്ചുറലി എന്തായിരിക്കും, ആ ഒരു ക്രോപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് ഫെർട്ടിലിറ്റി വേണം. അത് ഈ നാച്ചുറലിലുള്ള ഫെർട്ടിലിറ്റീസ് ഒക്കെ അതിങ്ങനെ എടുത്തെടുത്ത് നാച്ചുറിൻ്റെ ഫെർട്ടിലിറ്റി കുറയാൻ തുടങ്ങും, ഡിക്രീസ് ആകാൻ തുടങ്ങും, സോയിൽ ഇൻഫെർട്ടിൽ ആവാൻ തുടങ്ങും. ഇങ്ങനെ സോയിൽ ഇൻഫെർട്ടിൽ ആവുന്ന സമയത്ത് പിന്നെ അവിടെ നമുക്കറിയാം ഫെർട്ടിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു ക്രോപ്പൊന്നും കിട്ടൂല. അപ്പോൾ ഓൾറെഡി നാച്ചുറലി ഉള്ള സോയിലിൻ്റെ ഫെർട്ടിലിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രോപ്പുകൾ ഗ്രോ ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു സെയിം പ്ലേസിൽ തന്നെ അതിങ്ങനെ ഫെർട്ടിലിറ്റീസ് ഒന്നും കൊടുക്കാണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ആവും. അപ്പോൾ അവരെന്താ ചെയ്യുക, അവർ വേറൊരു പ്ലേസിലേക്ക് അവരുടെ കൾട്ടിവേഷൻ ഷിഫ്റ്റ് ചെയ്യും. ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ പുല്ലും ഒരു വെറുതെ കിടക്കുന്ന പ്ലേസ് ആകുമ്പോൾ കുറേ പുല്ലും കാടും മരങ്ങളും ആവശ്യമില്ലാത്ത കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫാമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ലാൻഡിനെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ cleaning method, a land cleaning method ആണ് that where vegetation is cut down and burned to create fields for crop. അവിടെയുള്ള കുറേ വെജിറ്റേഷൻസ് ഉണ്ടാവും, അതെല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് അത് അവിടെ ഇട്ടിട്ട് തന്നെ ബേൺ ചെയ്യും, കത്തിക്കുന്ന സമയത്ത് അത് ഉണ്ടാവും, അതിൻ്റെ ആഷുകളൊക്കെ അവിടെ കിടന്നിട്ട് തന്നെ അത്
സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതായത് നാച്ചുറലി ഉള്ള ഫെർട്ടിലിറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ആ പ്ലേസിൽ അവർ കൾട്ടിവേഷൻ ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്ലേസിൽ തന്നെ കുറേ കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഡിക്രീസ്, അതായത് ലാൻഡ് ഇൻഫെർട്ടിൽ ആവും. ആ സമയത്ത് അവിടെ നിന്ന് ആ കൾട്ടിവേഷൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതേപോലെ വേറൊരു പ്ലോട്ട് ഓഫ് ലാൻഡ് സെലക്ട് ചെയ്യും. അതും അവിടെയും ഇതേപോലെ വെജിറ്റേഷൻസ് കട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ക്രോപ്പ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും. അതാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അതായത് അവിടെ തന്നെ അവർ അത് കത്തിക്കാണ്, ബേൺ ചെയ്യാൻ. ആൻഡ് ഇതിങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കൾട്ടിവേഷന് വേറൊരു നെയിമും കൂടി ഉണ്ട്. ഇറ്റ് ഓൾസോ നോൺ ആസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. The slash and burn agriculture also known as shifting cultivation. So the farmers clear a patch of land and produce crops on it. When the soil fertility decreases, the farmers shift and clear a fresh patch of land for cultivation. This type of shifting allows nature to replenish the fertility of the soil through natural process. That is slash and burn agriculture or shifting cultivation. അപ്പോൾ അതാണ് പ്രിമറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി ആൻഷ്യൻ്റ് ആയിട്ടുള്ള പ്രിമറ്റീവ് ആയിട്ടുള്ള ടൂൾസുകൾ മാത്രം യൂസ് ചെയ്ത് നാച്ചുറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മൺസൂണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നാച്ചുറൽ ഫെർട്ടിലിറ്റി, സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ ആണ്, ഫാമിംഗ് ആണ് പ്രിമറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. സോ വി ഓൾറെഡി സേ ദാറ്റ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് മീൻസ് ഇറ്റ്സ് ഫോർ അവർ സെൽഫ് കൺസംപ്ഷൻ ഓർ ഫുഡ് പർപ്പസ്, നമ്മുടെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ദെൻ പ്രിമറ്റീവ് സബ്സിസ്റ്റൻസിൽ നിന്നും ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് എങ്ങനെയാണ് ഡിഫർ ആവുന്നത്? ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗിൽ ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഇസ് പ്രാക്ടീസ്ഡ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ പോപ്പുലേഷൻ പ്രഷർ ഓൺ ലാൻഡ്. അതായത് ഒരു സ്മോൾ ലാൻഡിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് കുറച്ചും കൂടെ നമുക്ക് പോപ്പുലേഷൻ കൂടുമ്പോൾ തന്നെ കുറച്ചും കൂടെ എന്ത് വേണ്ടി വരും, ക്രോപ്പും ഇൻക്രീസ് ചെയ്യിക്കേണ്ടി വരും. അപ്പം ഒരു ചെറിയ പ്ലോട്ടിൽ തന്നെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ക്രോപ്പ് കൾട്ടിവേഷൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ്. അതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? ഇറ്റ്സ് എ ലേബർ ഇൻറ്റൻസീവ് ഫാമിംഗ്. ലേബർ ഇൻറ്റൻസീവ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബേഴ്സ് അവിടെ നന്നായിട്ട് പണിയെടുക്കണം. പ്രിമറ്റീവ് സബ്സിസ്റ്റൻസിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പ്ലാൻ ചെയ്ത് പോരുന്നേ ഉള്ളൂ. അവരവിടെ ഇറിഗേഷൻ ചെയ്യുന്നില്ല, അതിന് ഫെർട്ടിലിറ്റീസ് കൊടുക്കുന്നില്ല, അതിന് വേറെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് അത് ഇറിഗേഷൻ പോലും ചെയ്യുന്നില്ല. അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറലി അങ്ങനെ ഉണ്ടായി വരിക. അവിടെ അവർ കൂടുതൽ ലേബേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലേബേഴ്സ് അതിൻ്റെ കൂടെ നിന്നിട്ട് തന്നെ വർക്ക് ചെയ്യണം. അതിന് അവരെന്ത് കൊടുക്കുന്നുണ്ട്? ഫെർട്ടിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, ഹൈ ഡോസ് ഓഫ് ബയോ കെമിക്കൽസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, മോഡേൺ ഇൻപുട്ടുകൾ കൊടുക്കുന്നുണ്ട്, ആൻഡ് ഇറിഗേഷൻ ആർ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഹയർ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ കൂടണമെന്നുണ്ടെങ്കിൽ ഇറിഗേഷനും ഇതുപോലെയുള്ള ഇൻപുട്ടുകളും ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ കൾട്ടിവേഷൻ ചെയ്യുന്നത്. പ്രിമറ്റീവിലാണെങ്കിൽ അതൊന്നും കൊടുക്കുന്നില്ല. നാച്ചുറൽ ഫെർട്ടിലിറ്റി, നാച്ചുറൽ മൺസൂണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാവുന്നത്. എന്നാൽ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ ഹൈ ഡോസ് ഓഫ് ബയോകെമിക്കൽ, മോഡേൺ ഇൻപുട്സ് ആൻഡ് ഇറിഗേഷൻ ആർ യൂസ്ഡ് ടു ഒബ്റ്റൈനിങ് ഹയർ പ്രൊഡക്ഷൻ. ആൻഡ് പീപ്പിൾ നോട്ട് ഓൺലി റിലേ ഓൺ മൺസൂൺ ബട്ട് ആൾസോ ഓൺ ദി യൂസ് ഓഫ് ട്യൂബ് വെൽസ് ആൻഡ് കനാൽസ്. മൺസൂണിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ട്യൂബ് വെൽസുകളും കനാൽസുകളിൽ നിന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇറിഗേഷൻ ചെയ്തിട്ടാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻറ്റൻസീവ്. അതും അവിടെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്താണ്, കുറച്ചും കൂടെ മോഡേൺ ഇൻപുട്ടുകളും ബയോ കെമിക്കൽസുകളും ഇറിഗേഷൻ ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ലാബർ ഇൻറ്റൻസീവ് ഫാമിംഗ് ആണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഓക്കെ, ദെൻ തേർഡ് വൺ വരുന്നത് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഫാമിംഗ് ഈസ് പെർഫോംഡ് വിത്ത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് മണി. അത് അവരുടെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ടല്ല, ഫോർ ദ പർപ്പസ് ഓഫ് മണി ഓർ ഏർണിംഗ് മണി എന്നുള്ള പർപ്പസിൽ വരുന്ന ഫാമിംഗ്. അതായത് അതൊരു ബിസിനസ് ആയിട്ട് അല്ല, അതല്ലെങ്കിൽ ഒരു സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏർണിംഗ് മണി എന്നുള്ള ഒബ്ജക്റ്റീവിൽ വരുന്ന ഫാമിംഗ് ആണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ട്? ഇറ്റ് യൂസ് ഹയർ ഡോസ് ഓഫ് മോഡേൺ ഇൻപുട്സ്. നല്ല ഹയർ ഡോസ് ഓഫ് മോഡേൺ, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ എന്താണ്, നല്ല പ്രൊഡക്ഷൻ കിട്ടണം, അതിൻ്റെ നല്ല ക്വാളിറ്റിയിൽ കിട്ടുകയും വേണം. അവിടെ എന്താണ്, അപ്പോൾ അതിന് നമുക്ക് നല്ല ഹയർ ഡോസ് ഓഫ് മോഡേൺ ഇൻപുട്ടുകൾ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
എന്തായിരിക്കും അതിന് ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പം നമുക്കറിയാം നമ്മൾ വീട്ടിൽ നമ്മളെ യൂസിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫെർട്ടിലിറ്റി ഒന്നും കൊടുക്കില്ല. എന്നാൽ ഒരു ഫാർമർ ഇത് അവരുടെ ഒരു ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ മോഡേൺ ഇൻപുട്സുകൾ വേണ്ടി വരും. അപ്പോഴേ നല്ല കേടാവാത്ത നല്ല ക്വാളിറ്റിയിൽ നല്ല നീറ്റായിട്ട് നല്ല ബിഗ് എമൗണ്ട്, ഒരു ബൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ യൂസ് ഹയർ ഡോസ് ഓഫ് മോഡേൺ ഇൻപുട്സ് ലൈക്ക് HYV സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് എക്സെട്ര. അപ്പോൾ അതിനുവേണ്ടി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, HYV സീഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസെക്ടിസൈഡ്സുകൾ പെസ്റ്റിസൈഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ചെയ്യുന്നത്. ആൻഡ് ദ ഡിഗ്രി ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വാരിയസ് ഫ്രം വൺ റീജിയൻ ടു അനദർ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈസ് ഈസ് എ കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഇൻ ഹരിയാന. അപ്പോൾ ഹരിയാനയിലെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ റൈസ് ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പാണ്. ആൻഡ് പഞ്ചാബ്, ഓക്കെ, ഹരിയാന പഞ്ചാബിൽ. ബട്ട് ഇൻ ഒഡീഷ ഇറ്റ് ഈസ് എ സബ്സിസ്റ്റൻസ് ക്രോപ്പ്. അതായത് ഒഡീഷയിലും റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് അതെന്തല്ല, കൊമേഴ്ഷ്യൽ ക്രോപ്പ് അല്ല, അത് അവരുടെ സെൽഫ് പേർപ്പസിന് വേണ്ടിയിട്ട്, ഫുഡ് പേർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, സബ്സിസ്റ്റൻസ് ക്രോപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെയിം ക്രോപ്പ് എങ്ങനെയാണ് ഒരു പ്ലേസിൽ അത് കൊമേഴ്ഷ്യൽ ക്രോപ്പും വേറൊരു പ്ലേസിൽ സബ്സിസ്റ്റൻസ് ക്രോപ്പുമായിട്ട് മാറുന്നത്? അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് റൈസ് എടുക്കാം. ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ റൈസ് അത് ഉണ്ടാക്കുന്ന മെത്തേഡ് എങ്ങനെയാണ്, അത് വെച്ചിട്ടാണ് അത് ഏത് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതായത് സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് ഒരാൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാണ്, അതും ഒരു സ്മോൾ ലാൻഡിൽ. സെൽഫ് കൺസംഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അതെന്താണ്, സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ്. ഇനി അത് പ്രിമറ്റീവ് ആണോ ഇൻറ്റൻസീവ് ആണോ എന്ന് അറിയണം. അതിനൊരു അപ്പോൾ വേറെ എന്ത് നോക്കണം, അവരെവിടെയാണത് കൾട്ടിവേഷൻ ചെയ്യുന്നത്, ഒരു സ്മോൾ ലാൻഡിലാണ്. ആൻഡ് അവർ പ്രിമറ്റീവ് ടൂൾസുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിമറ്റീവ് സബ്സിസ്റ്റൻസ് ആണ്. ഇനി നേരെ നോക്കുക, ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ആണെങ്കിലോ അവിടെ അവർ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടാണ് മോഡേൺ മെഷീനറീസും ഇൻപുട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൈ പ്രൊഡക്ടിവിറ്റി ഓൺ സ്മോൾ ലാൻഡിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ആണ്. അറ്റ് ദ സെയിം ടൈം വേറൊരാൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലാർജ് ലാൻഡ് ഏരിയയിലാണ്, മോഡേൺ ഇൻപുട്ടുകളും മോഡേൺ മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർ സെല്ലിംഗ് പർപ്പസ് ഓർ ഏർണിംഗ് മണി, സെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാന്നുള്ള മോട്ടീവിലാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അപ്പോൾ ഒരു ഫാമിംഗ് തന്നെ അല്ലെങ്കിൽ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെ എങ്ങനെയാണത് കൊമേഴ്ഷ്യൽ ആവുന്നത്, എങ്ങനെയാണ് ഇൻറ്റൻസീവ് സബ്സ്റ്റൻസ് ആവുന്നത്, എങ്ങനെയാണ് പ്രിമറ്റീവ് സബ്സ്റ്റൻസ് ആവുന്നത് എന്നുള്ളതൊക്കെ ആയോ. ഇനി ഇതിൽ തന്നെ പറയാനുള്ള ഒരു ടോപ്പിക്കാണ് പ്ലാന്റേഷൻ. അതായത് കൊമേഴ്ഷ്യൽ ഫാമിംഗിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒന്നാണ് പ്ലാന്റേഷൻ. പ്ലാന്റേഷൻ ഈസ് ആൾസോ എ കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അതായത് സെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഏർണിംഗ് മണി എന്നുള്ള മോട്ടീവിൽ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അപ്പോൾ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. ഇനി എന്താണ് പ്ലാന്റേഷൻ? ഇൻ ദിസ് ഫാമിംഗ് എ സിംഗിൾ ക്രോപ്പ് ഈസ് ഗ്രോൺ ഓൺ എ ലാർജ് ഏരിയ. അതായത് ഒരു ലാർജ് ഏരിയയിൽ ഒരൊറ്റ സിംഗിൾ ക്രോപ്പ് മാത്രം ഗ്രോൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, നമ്മൾ ടീൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഊട്ടി പോവുക അല്ലെങ്കിൽ വയനാട് ആ ഒരു സൈഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ് ഈ ഒരു ടീ കാണാൻ പറ്റും. അതായത് ഈ ഒരു ടീൻ്റെ പ്രത്യേകത എന്താണ്, ഒരു ലാർജ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ടീ മാത്രം ഉണ്ടാവുക, ഒരു വലിയ ഹില്ലിൽ അല്ലെങ്കിൽ തൊട്ട് 1-2 ഹിൽസ് ഏരിയാസിൽ അവിടെയൊക്കെ എന്തായിരിക്കും ഒരു ടീ മാത്രം ഉണ്ടാവും. അല്ലാണ്ട് കുറച്ച് പ്ലേസിൽ വേറെ എന്തെങ്കിലും അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. കംപ്ലീറ്റ്ലി അവിടെ ടീ മാത്രം ഉണ്ടാവും, ഒരു ലാർജ് ഏരിയയിൽ ഫുള്ളായിട്ട് ടീ മാത്രം. അതേപോലെ നമ്മൾ റബ്ബർ എസ്റ്റേറ്റുകൾ കാണാറുണ്ട്, വലിയ എസ്റ്റേറ്റുകൾ, അവിടെ കംപ്ലീറ്റ് റബ്ബറായിരിക്കും, ഫുള്ളായിട്ട് റബ്ബർ. അങ്ങനെ ഒരു സിംഗിൾ ക്രോപ്പ്, ഒരു ലാർജ് ഏരിയയിൽ സിംഗിൾ ക്രോപ്പ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ദിസ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് ടു ബി സോൾഡ് ആസ് റോ മെറ്റീരിയൽ ടു ഇൻഡസ്ട്രീസ്. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടായിരിക്കും ഈ ഒരു പ്ലാന്റേഷൻ ക്രോപ്പ് അവിടെ ചെയ്യുന്നത്. അത് കാരണം അത്രയും ബൾക്ക് എമൗണ്ടിൽ അത് ആവശ്യമുണ്ട്, ബിക്കോസ് അത് റോ മെറ്റീരിയൽ ആണ്. അത് വെച്ചിട്ട് നമുക്ക് വേറെ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാനുണ്ട്, അല്ലെങ്കിൽ വേറെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അതൊരു ഇൻഡസ്ട്രിയിലേക്കുള്ള റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ എന്ത് വേണം, ഒരു ലാർജ് എമൗണ്ടിൽ സിംഗിൾ ക്രോപ്പ് മാത്രം ഗ്രോ ചെയ്യുക, അതാണ് പ്ലാന്റേഷൻ. പ്ലാന്റേഷൻ മീൻസ് in this farming a single crop is grown on a large area. This crop are cultivated to be sold as raw material to industries. Then important plantation crops in India are tea, coffee, rubber, sugarcane, banana, etc. അപ്പോൾ ഇന്ത്യയിലുള്ള മെയിനായിട്ടുള്ള കുറച്ച് പ്ലാന്റേഷൻ ക്രോപ്പാണ് ടീയും കോഫി, റബ്ബർ, ഷുഗർ കെയിനും ബനാന, അങ്ങനെയുള്ള കുറച്ച് ക്രോപ്സുകൾ.